ഹായ് മിച്ചവരെ, അവിടെ എല്ലാവർക്കും വലിയ വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാച്ചിൽ കൊണ്ട് നല്ല അടിച്ച് പൊളിച്ചൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ. അതായത് നമുക്ക് ഊണിനും കപ്പയുടെ കൂടെയൊക്കെ, അതായത് പുഴുങ്ങിയ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഒരു സാധനമാണ് കേട്ടോ ഈ കാച്ചിൽ കറി. കാച്ചിലുണ്ടൊരു ഒഴിച്ച് കറി. അപ്പോൾ പല കൂട്ടുകാർക്കും അറിയാം, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള കാച്ചിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നേരത്തേക്കുള്ള കറക്റ്റായിട്ടുള്ള ഒരു കറിക്കാണായിട്ടാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേയുള്ള ആ ഒരു തോലും കാര്യങ്ങളെല്ലാം ചെത്തി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അതിനെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇതുവരെയും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ഇപ്പോൾ കാച്ചിലൊക്കെ എന്തായാലും ഏകദേശം വീടുകളിലും കാച്ചിലും മറ്റും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. ഇല്ല എങ്കിൽ കടകളിൽ നിന്നൊക്കെ ഒരു കഷ്ണം പോലെ കാച്ചിൽ മേടിക്കുക. എന്നിട്ട് അതിൻ്റെ പുറം തോലൊക്കെ ചെത്തി നല്ല മാറ്റിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി അതിനെ നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ച് ഇതുപോലെ ഒരു കറി സെറ്റ് ചെയ്യുക. എൻ്റെ പൊന്നു ചങ്കന്മാരെ, നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ ഉണേലും കഴിയും കേട്ടോ. അതായത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ടും അതുപോലെ തന്നെ നമ്മളെ പുഴുങ്ങിയ കപ്പയുടെ കൂടെ, എന്നിട്ട് ഈ കറിയൊക്കെ ഒഴിച്ച് അങ്ങനെ കുഴച്ച് കഴിക്കാം. എന്ത് ടേസ്റ്റ് എന്നറിയാമോ? പ്രത്യേകിച്ച് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യ് കാച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് പറയുന്നത് നെയ്യ് കാച്ചിലാണ് കേട്ടോ. അതായത് നമ്മളത് കഴിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇതിന്. അതായത് നമ്മൾ ഈ എന്താ പറയുക, ബട്ടർ അല്ലെങ്കിൽ ഈ വെണ്ണയൊക്കെ എടുക്കുന്നില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ് ഈ കാച്ചിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയിലൂടെ ആയിരുന്നാലും ശരി തന്നെ, ഇനി ആ പൂരിയോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വെറൈറ്റി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇതിന് മുൻപും ഞാനൊരിക്കൽ വീഡിയോ നമ്മൾ നേരത്തെ കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിങ്ങനെ ഉടച്ച്, അതായത് ഇങ്ങനെ പുഴുങ്ങിയതിന് ശേഷം ഈ നമ്മൾ നല്ല ഒരു കുഴമ്പ് രൂപത്തിനാക്കി എടുക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ചപ്പാത്തിയുടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, നമ്മൾ സാധാരണ കിഴങ്ങ് എങ്ങനെയാണ് നമ്മൾ ഉടച്ച് നമ്മൾ എടുക്കുന്നത് അതുപോലെ എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ കിഴങ്ങിൽ ഉണ്ടാക്കുന്നതിനെ കാട്ടിയും എനിക്കൊന്ന് ഒരുപക്ഷെ ടേസ്റ്റ് കൂടുതൽ ഈ കാച്ചിലിനായിരിക്കും കേട്ടോ, ഈ നെയ്യ് കാച്ചിലിനായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കാച്ചിലോടുള്ള അടിപൊളി ഒഴിച്ചേറി നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ടാക്കി ഇത് നല്ലതുപോലെ കഴുകി നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ വിറകടുപ്പിലാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ലപോലെ ആ തോല്, അതിൻ്റെ പുറമേയുള്ള തോല് ചെത്തി കളയണം കേട്ടോ. ഇല്ലെങ്കിൽ അതിലെ മണ്ണിൻ്റെ ഇതൊക്കെ കാണാനുണ്ട്. അറിയാമല്ലോ, കാച്ചിലെന്ന് പറയുമ്പോഴേ ആ മണ്ണിലായതുകൊണ്ട് അതിൻ്റെ സൈഡ് ഗ്യാപ്പുകളിലേക്ക് ചിലപ്പോൾ കിഴങ്ങിങ്ങനെ ഈ കിഴങ്ങിൻ്റെ ഇട ഭാഗത്തായിട്ടൊക്കെ മണ്ണ് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ലതുപോലെ അതിൻ്റെ തോലൊക്കെ ചെത്തി എടുക്കുക. അതിനുശേഷം ഇതേപോലെ മൺചട്ടിക്കകത്ത് കഴുകി ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ആദ്യത്തെ കഷ്ണങ്ങളാണല്ലോ. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടെങ്കിലും കഷ്ണം കുറയ്ക്കാം കേട്ടോ, സൈസ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. അപ്പോൾ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് ആ വേകാനുള്ള കണക്കിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി ഒന്ന് സെറ്റാക്കി. നമ്മൾ ഈ പഴമക്കാർ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. അതൊരു അവരുപയോഗിക്കുന്നൊരു മെത്തേഡാണ്. വേറെ തവിയോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ടോ ഇങ്ങനെ കലക്കത്തില്ല. അവർ ചട്ടി മൊത്തത്തോടൊന്ന് കലക്കി സെറ്റാക്കും. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ സെറ്റാക്കി അതിനുശേഷം ചട്ടിയും അതുപോലെ നമ്മളെ ആ കാച്ചിലൊക്കെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാമേ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ജാറിലിട്ടു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മളെ ജീരകം, പിന്നെ ഒരു 4 നല്ല അടിപൊളി കാന്താരി മുളക്, ഒറ്റയടി സംഭവം റെഡി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ അരച്ച് വന്നപ്പോഴത്തേക്ക്, നമ്മുടെ മസാല കൂടെ അരച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ കാച്ചിൽ നന്നായിട്ട് ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് കുറച്ച് മുൻപാണ് കാണിച്ചത് കേട്ടോ. അടപ്പ് തുറന്ന് വെച്ച് കാണിച്ചപ്പോൾ തിളച്ചതായിരുന്നു. അതിനുശേഷം അടപ്പ് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചു. ഇപ്പോൾ ഇത് കാച്ചിൽ നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇനി നമുക്കൊരു ഇപ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അയ്യോ, പതുക്കെ തട്ടിയാൽ കേട്ടോ, പെട്ടെന്ന് നല്ല അടിപൊളിയുടെ നല്ല അലിഞ്ഞ് കിട്ടും. കാര്യം അത്രയ്ക്കുള്ള നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. പിന്നെ നല്ലതുപോലെ ഉടച്ച് സെറ്റാക്കി കലക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉടച്ചറി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഉടച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. വേവിച്ച് ഉടച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടിയിൽ കടുവൊക്കെ തളിച്ചു അങ്ങനെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അതങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാവശ്യത്തിന് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളതിൻ്റെ എന്താ പറയുക, ആ ഗ്രേവിയോടെ ഒന്ന് ചേർക്കണം. അതായത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചില്ലേ, അതിനെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് കണക്കിനാണോ വേണ്ടത്, കട്ടിക്കാണോ അല്ലെങ്കിൽ ഇച്ചിരി ലൂസായിട്ടാണോ, എങ്ങനെയുണ്ടെങ്കിലും സെറ്റാക്കി എടുക്കാം. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. പിന്നെ കടുവൊക്കെ പൊട്ടിക്കാൻ പോകണം. കടുവും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉള്ളിയും ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വറ്റൽമുളകൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. കടുക്കൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് താളിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചങ്ങന്മാരെ, നമ്മളെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും കാച്ചിൽ കൊണ്ട് ഇങ്ങനെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ട് ഇല്ലെങ്കിൽ കേട്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കാച്ചിലുകൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉടച്ചക്കറി വയ്ക്കാം, അതുപോലെ നമുക്ക് തോരൻ വയ്ക്കാം, പിന്നെ ഇതിലുകൊണ്ട് ഒരുപാട് പായസം വരെ വയ്ക്കാം കേട്ടോ. പായസം വരെ വയ്ക്കാം. നല്ല ഉടച്ച് അല്ലെങ്കിൽ മിക്സിയിലോ മറ്റിട്ട് നല്ലപോലെ അടിച്ച് നല്ല ജ്യൂസ് പോലെ ആക്കി കഴിഞ്ഞാൽ
നമുക്കത് പായസവും വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് കാട് തളിച്ച് അങ്ങനെ നമ്മളത് താളിച്ച് ഇതിൻ്റെ പുറമേ ഇങ്ങനെ ഒഴിക്കും. ഞാനിതിൻ്റെ കലക്കി കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കോരുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് കലക്കി. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ചോറും കപ്പയൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനൊന്ന് കലക്കി സെറ്റാക്കി കോരി എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ചോറ് കഴിക്കും കേട്ടോ ചങ്ങന്മാരെ. അപ്പോൾ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ.